നമ്മൾ നേരെ ഒന്ന് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. കാരണം അവിടെ ഇത്തവണ വീറുറ്റ പോരാട്ടമാണ് നടക്കുന്നത്. രണ്ട് മുന്നണികൾ മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ NDAയും വലിയ മുന്നേറ്റം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായൊരു ത്രികോണ മത്സരമാണ് ഇത്തവണ കേരളം മുഴുവൻ കാണുന്നത്. എങ്കിൽ പോലും ആലപ്പുഴയിൽ ഒരു പടി മുന്നിലാണ് ഈ ആവേശ പോരാട്ടം. ആലപ്പുഴ പിടിക്കാൻ മൂന്ന് മുന്നണികളും അവസാനവട്ട പ്രചാരണത്തിൽ സജീവമാണ്. പാർട്ടിക്കുള്ളിലെ ഭിന്നത ഇടതുമുന്നണിക്കും വിമത സ്ഥാനാർത്ഥികൾ UDFനും തലവേദന സൃഷ്ടിക്കുമ്പോൾ ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ വിജയം നേടാനാണ് NDAയുടെ പരിശ്രമം. അതേസമയം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടറും വ്യക്തമാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ച ജില്ലയാണ് ആലപ്പുഴ. ഇക്കുറി രാഷ്ട്രീയ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കെ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ തവണത്തേതിലും ഏറെ വ്യത്യസ്തമാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലടക്കം NDAയും ഇക്കുറി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ അത് കൂടുതൽ ദോഷം ചെയ്യുക ഏതു മുന്നണിയാകും എന്നതും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാകും. കായംകുളം, മാവേലിക്കര നഗരസഭകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ഇക്കുറി ഭരണം നേടാനുറച്ചുള്ള പോരാട്ടമാണ് NDA ഈ നഗരസഭകളിൽ നടത്തുന്നത്. തിരുവൻവണ്ടൂർ പഞ്ചായത്തിൽ വീണ്ടും ചരിത്ര വിജയം നേടി സുസ്ഥിര ഭരണത്തിനും NDA ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഗരസഭകളിൽ മേൽക്കൈ നേടിയിരുന്നെങ്കിലും ഇക്കുറി വിമതശല്യവും മുന്നണിയിലെ ഭിന്നിപ്പും ഹരിപ്പാട്ട് ഉൾപ്പെടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയായിട്ടുണ്ട്. പാർട്ടിയിലെ ഭിന്നതയും വിമത സ്ഥാനാർത്ഥികളും തന്നെയാണ് ഇടതു മുന്നണിക്കും ഭീഷണി ഉയർത്തുന്നത്. ഇതേസമയം വീടുകൾ കയറിയിറങ്ങിയും അടുപ്പമുള്ളവരെ ഇടപെടുത്തിയും സ്ഥലത്തില്ലാത്തവരെ നാട്ടിലെത്തിച്ചും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ജില്ലയിലെ 5462 സ്ഥാനാർത്ഥികളും. 271 ബൂത്തുകളിലായി 17,82,587 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. മൊത്തത്തിൽ നല്ല രീതിയിൽ എല്ലാ ഒരുക്കവും നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെയാണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തന്നെയാണ് വിതരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊറോണ പശ്ചാത്തലത്തിൽ വോട്ടിംഗ് യന്ത്രത്തിനും കൺട്രോൾ യൂണിറ്റിനുമൊപ്പം VPE കിറ്റ് അടക്കമുള്ള കൊറോണ പ്രതിരോധ സാമഗ്രികളും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ജനം, ആലപ്പുഴ.